ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു IPL മത്സരം. 4 വിക്കറ്റ് ശേഷിക്കെ മുംബൈ ഇന്ത്യൻസ് ആ മത്സരം വിജയിച്ചു. മുംബൈ ഇന്ത്യൻസിലെ എല്ലാ കളിക്കാരും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ഈ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റ്സ്മാൻമാർ നിരാശാജനകമായ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് എളുപ്പത്തിൽ മത്സരം വിജയിക്കാനും സാധിച്ചു. തുടക്കം മുതൽ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർക്ക് ഈ മത്സരത്തിൽ അറ്റാക്കിംഗ് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം മുംബൈ ഇന്ത്യൻസിന്റെ ബൗളർമാർ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഫാസ്റ്റ് ബൗളർമാർ വളരെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. മുംബൈക്കെതിരായ പവർ പ്ലേയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു വിക്കറ്റ് പോലും നഷ്ടമായില്ലെങ്കിലും അവർക്ക് 46 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം 6 ഓവറുകളിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതിരിക്കുകയും പവർ പ്ലേയിൽ ടീം 50 റൺസ് പോലും കടക്കാതിരിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അഭിഷേക് ശർമ്മ 40 റൺസ് നേടിയെങ്കിലും നിർണായക സമയത്ത് അദ്ദേഹം പുറത്തായി. ഇതുമാത്രമല്ല, മധ്യ ഓവറുകളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. മത്സരത്തിൽ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞില്ല. ഈ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാനത്തെ 4 ഓവറുകളിൽ 50 റൺസ് നേടിയെങ്കിലും ടീമിന്റെ ബാറ്റ്സ്മാൻമാർ മികവ് പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതുതന്നെയാണ് ഈ മത്സരത്തിലെ വഴിത്തിരിവായതും. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.